നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്ക് വിട നൽകി സുനിത വില്യംസിനെയും സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങിയപ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ അത് ഒപ്പിയെടുത്തു. 9 മാസങ്ങൾക്ക് ശേഷം ISS കമാൻഡർ സുനിത വില്യംസ് ഭൂമിയിലേക്ക് പറന്നിറങ്ങിയപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി മാറി. ഒട്ടേറെ സുവർണ നേട്ടങ്ങളും കരസ്ഥമാക്കിയാണ് ഈ ഇന്ത്യൻ വംശജയുടെ മടങ്ങിവരവ്. ഈ കാലത്തിനുള്ളിൽ 200ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ സുനിത വില്യംസ് 570 ദിവസത്തിലേറെയാണ് ബഹിരാകാശത്ത് ജീവിച്ചത്. ബഹിരാകാശത്ത് ചിലവഴിച്ച ഏറ്റവും പരിചയസമ്പന്നരായ US ബഹിരാകാശ യാത്രികരുടെ പട്ടികയിൽ സുനിത വില്യംസ് 2ാം സ്ഥാനത്തെത്തി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡും സുനിത സ്വന്തമാക്കിയിരുന്നു. 9 തവണയായി 62 മണിക്കൂറിലധികം സമയമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി 8 മാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും നടന്നത്. 10 ബഹിരാകാശ നടത്തങ്ങളിലൂടെ 60 മണിക്കൂർ 21 മിനിറ്റ് ചിലവഴിച്ച പെഗ്ഗി വിൻസൺ എന്ന അമേരിക്കൻ വനിതയുടെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ പ്രഥമ ദൗത്യത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു സുനിത. പുതിയ പേടകത്തിന്റെ ദൗത്യത്തിൽ പറക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതിയും ഇതോടെ സുനിതയ്ക്ക് സ്വന്തമായി. 2006-ലെ സുനിത വില്യംസിന്റെ ആദ്യ ബഹിരാകാശ യാത്ര തന്നെ ലോകത്താകെ ചർച്ചയായി. പിന്നീട് 2012-ൽ 2ാമതും ബഹിരാകാശ യാത്ര നടത്തി. ഈ ദൗത്യങ്ങളിലായി സുനിത വില്യംസ് 322 ദിവസങ്ങളാണ് ബഹിരാകാശത്ത് ചിലവഴിച്ചത്. സ്റ്റാർലൈനറിന്റെ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് 2024 ജൂൺ 7-ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തിലെത്തിയത്. ജൂൺ 13-ന് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറുകൾ മൂലം യാത്ര നീണ്ടു. 286 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ മടങ്ങി വന്നത്. ബഹിരാകാശ രംഗത്ത് അമേരിക്കയുടെ മുന്നേറ്റത്തിനൊപ്പം ഇന്ത്യയുടെ പേരും എഴുതി ചേർത്ത സുനിത വില്യംസിന്റെ ജീവിതകഥ ആകാശയാത്രയെ സ്നേഹിക്കുന്ന ആർക്കും പ്രചോദനമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 1-ലധികം തവണ സഞ്ചരിച്ച് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് 1983-ൽ US നൊവേൽ അക്കാഡമിയിൽ ചേർന്നതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. നാവികസേനയിൽ നിന്ന് ബഹിരാകാശ യാത്രികയിലേക്കുള്ള മാറ്റം സുനിത വില്യംസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കി. 1998 ജൂണിലാണ് നാസ ബഹിരാകാശ യാത്രികയെ സുനിത വില്യംസിനെ തിരഞ്ഞെടുക്കുന്നത്. ഓറിയന്റേഷൻ ബ്രീഫിംഗുകൾക്കും ടൂറുകൾക്കും പുറമെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രമുഖരുമായി ഇടപെടാനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സംവിധാനങ്ങൾ പരിശീലിക്കാനുമൊക്കെ മികച്ച അവസരം ലഭിച്ചു. എക്സ്പെഡിഷൻ 32-ന്റെ ഫ്ലൈറ്റ് എഞ്ചിനീയർ, എക്സ്പെഡിഷൻ 33 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കമാൻഡർ എന്നീ നിലയിൽ പ്രവർത്തിച്ചു. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ പ്രധാന അധ്യായമാണ് സുനിത വില്യംസിന്റെ ദൗത്യങ്ങൾ.